നമസ്കാരം. ആയൂർ ടു ഓയൂർ ന്യൂസിലേക്ക് സ്വാഗതം. വെളിയം മാലയിൽ തുലവിള എന്ന പ്രദേശത്ത് പ്രവർത്തിച്ചു വരുന്ന ആക്കാവിള എന്ന പാറക്കോറിക്കെതിരെ വ്യാപക പരാതി. സത്യബാബു മംഗലശ്ശേരി ഹൗസ് വെളിയം മാലയിൽ, വേണുഗോപാലൻ നായർ ചെല്ലം മാലയിൽ വെളിയം, ശശിധരൻ നായർ ആമ്പാടിയിൽ വെളിയം, തുളസീധരൻ നായർ തുളസീദളം മാലയിൽ വെളിയം തുടങ്ങി നിരവധി പേരാണ് ഈ പാറക്കോറിക്കെതിരെ പരാതി കൊടുത്ത് കാത്തിരിക്കുന്നത്. മുഖ്യമന്ത്രി, പോലീസ് സൂപ്രണ്ട്, മനുഷ്യാവകാശ കമ്മീഷൻ, മൈനിങ് ആൻഡ് ജിയോളജി ഡയറക്ടർ, കൊല്ലം ജില്ലാ കളക്ടർ, വിജിലൻസ് ഡയറക്ടർ, ഹൈക്കോടതി രജിസ്ട്രാർ, തഹസീൽദാർ, പഞ്ചായത്ത് സെക്രട്ടറി, വില്ലേജ് ഓഫീസർ, താലൂക്ക് സഭ, മറ്റ് ജനപ്രതിനിധികൾ എന്നിവർക്കെല്ലാം പരാതി നൽകിയിട്ടും കൃത്യമായി പരിഹാരങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നും നിരാഹാര സമരമടക്കമുള്ള സമരപരിപാടികളുമായി മുന്നോട്ടു പോകുവാനാണ് പരിസരവാസികളുടെ തീരുമാനമെന്നും ഇവർ പറയുന്നു. ജനജീവിതം ദുസ്സഹമാക്കി ലാഭം കൊയ്യുന്ന മാഫിയകളും മൗനീവാബകളായിരിക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദവും ഒരു പരിഷ്കൃത സമൂഹത്തിന് എന്നും അപമാനമാണ്. കഴിഞ്ഞ 5 വർഷക്കാലമായി പ്രവർത്തിച്ചു വരുന്ന കോറി എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി അനധികൃത ഖനനം നടത്തി വരികയും 5 കോടിയിലധികം രൂപ സർക്കാർ പിഴ ഈടാക്കുകയും ചെയ്ത ഈ കോറിക്ക് വീണ്ടും ഖനനാനുമതി നൽകിയത് എങ്ങനെയെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഈ പാറക്കോറിയുടെ ചുറ്റുവട്ടത്തുള്ള വീടുകൾക്കെല്ലാം തന്നെ കേടുപാടുകൾ സംഭവിക്കുകയാണ്. കഴിഞ്ഞ 1.5 വർഷം മുമ്പ് മംഗലശ്ശേരി സത്യബാബു എന്ന ആളുടെ വീട്ടിൽ വലിയ പാറ മേൽക്കൂരയ്ക്ക് മുകളിൽ വീണ് വൻ ദുരന്തമാണ് ഉണ്ടായത്. അത്ഭുതകരമായിട്ടാണ് ആ വീട്ടിലുണ്ടായിരുന്നവർ അന്ന് രക്ഷപ്പെട്ടത്. ഇതേ തുടർന്നുള്ള പരാതിയിൽ ആർക്കും ശല്യമുണ്ടാവാത്ത തരത്തിൽ ഖനനം നടത്തിക്കൊള്ളാമെന്ന് ഉറപ്പു നൽകിയെങ്കിലും നാളിതുവരെ ഇത് പാലിക്കപ്പെട്ടിട്ടില്ല. പാറ ഖനനത്തിന് മുൻപ് മുന്നറിയിപ്പ് സൈറൻ മുഴക്കുമായിരുന്നെങ്കിലും ഇപ്പോൾ അതെല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ്. പാറക്കോറിയുടെ സമീപത്തുള്ളവർക്ക് ഈ പാറക്കോറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കാം. എൻ്റെ പേര് വേണുഗോപാലൻ നായർ. ആക്കവിള കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന പാറക്കോറിയുടെ അവിടെ നിന്ന് അവരുടെ ബൗണ്ടറിയിൽ നിന്നും 17 മീറ്റർ ദൂരത്താണ് എൻ്റെ വീട്. കഴിഞ്ഞ കുറേ കാലമായിട്ട് അവിടെ പാറ പൊട്ടിച്ചു തുടങ്ങിയതിന് ശേഷം എൻ്റെ വീട് കംപ്ലീറ്റ് നശിച്ചിരിക്കുകയാണ്. മേളത്തെ പാരപ്പെറ്റ് പൊട്ടി, അത് അവരെ കൊണ്ടുവന്ന് കാണിച്ചു. പല ഉദ്യോഗസ്ഥർ ചിലപ്പം വരും, അവരെ കാണിക്കുന്നുണ്ട്, പലയിടത്ത് അപേക്ഷ കൊടുക്കുന്നുണ്ട്. മുമ്പ് പറഞ്ഞ പോലെ ബാബു പറഞ്ഞ കണക്ക് എല്ലാവർക്കും അപേക്ഷ കൊടുത്ത് എല്ലാവരും അപേക്ഷ വാങ്ങിച്ചു വെക്കുന്നതല്ലാതെ ഒന്ന് കണ്ണടച്ച് തുറക്കാനോ ഒന്ന് ഇവിടെ പോകാനോ ഒന്ന് അന്വേഷിക്കാനോ ഇവരാരും തയ്യാറായിട്ടില്ല. പിന്നെ എനിക്ക് എൻ്റെ മദറിലോ എൻ്റെ കൂടെ ആയിരുന്നു താമസിക്കുന്നത്. അവർക്ക് 92 വയസ്സുണ്ട്. അവർക്ക് ഇവിടെ വന്ന് താമസിച്ച് ഒരു 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കിന് അവർക്ക് ശ്വാസം മുട്ടിൻ്റെ അസുഖമായി. ഇപ്പം അവരെ വേറെ ഒരിടത്ത് കൊണ്ടുപോയി താമസിപ്പിച്ചേക്കുക. അതിന് മാസം ചിലവാണ്. ഹോം നേഴ്സിനെ വെച്ച് വേറെ ദൂരത്ത് വാടകയ്ക്ക് വീടെടുത്ത് അവിടെ താമസിപ്പിച്ചേക്കുക. അത്രയ്ക്ക് ഗതികെട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. പിന്നെ എനിക്ക് ഒരു കൊച്ചു കുഞ്ഞുണ്ട്. കുഞ്ഞെന്ന് പറഞ്ഞാൽ എൻ്റെ മോൻ്റെ കുഞ്ഞ് 6 മാസമേ ആയുള്ളൂ. അതിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ശ്വാസം മുട്ടും വലിവുക. വീട്ടിൽ താമസിക്കാനൊക്കത്തില്ല. രാത്രി ആകുമ്പം ഞെട്ടി ഉണരുക. പകൽ ഉറങ്ങാനൊക്കത്തില്ല. കുട്ടികളാണെങ്കിൽ ഒരു 12 മണിക്കൂർ ഉറങ്ങണമെങ്കിൽ അതിന് വെറും 6 മണിക്കൂറേ കിട്ടുന്നുള്ളൂ. ഈ രാത്രി മാത്രമേ അതൊന്നും ഉറങ്ങാൻ പറ്റുള്ളൂ. പകൽ ഉറങ്ങാൻ കിട്ടുന്നില്ല. അത് ഒന്ന് ഉറങ്ങുമ്പോൾ ഇവരുടെ വെടി പൊട്ടിക്കുമ്പോൾ അത് ചാടി ഉണരും. പിന്നെ പൊടി ശല്യം എന്ന് പറയുന്നത് ഭയങ്കര പൊടി ശല്യമാണ്. പൊടിശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ ഒരു ആഹാരം കഥ തുറന്ന് ആഹാരം വിളമ്പി വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പൊടി വന്ന് പറ്റുകയാണ്. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ എന്നല്ല ഏത് അസുഖവും പിടിപെടും. പലരും വന്ന് കണ്ടു, നിങ്ങളുടെ വീട് ഇത് പൊട്ടി. ഇത് ചിലപ്പം കാലപ്പഴക്കം കൊണ്ടാണോ അവർ നമ്മളെടുക്കാൻ ചോദിക്കുന്നത്. കാലപ്പഴക്കം കൊണ്ടായിരിക്കും, അതോ ഇത് പൊട്ടിച്ചതാണോ എന്ന് അവരന്വേഷിക്കുന്നില്ല. നമ്മൾ പറഞ്ഞു കൊടുക്കണം, ഇതുകൊണ്ടാണ്, നേരത്തെ ഇത് പൊട്ടിയിട്ടില്ല, ഇപ്പം പൊട്ടുന്നുണ്ട്. അതുകൊണ്ട് അധികാരികൾ കണ്ണ് തുറക്കണം. അല്ലാതെ കണ്ണ് തുറക്കാതെ അവരെ വ്യവസായികളെ സംരക്ഷിച്ചുകൊണ്ട് ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. ഞങ്ങൾക്ക് ജീവിക്കണം. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഞങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം തരേണ്ട ഉത്തരവാദിത്തപ്പെട്ടവർ തീർച്ചയായിട്ടും കണ്ണു തുറന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ നാളെ ഇവിടെ പല ഉരുൾപൊട്ടൽ പോലെയുള്ള പല സംഭവങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമസ്കാരം. മാലയിൽ ആക്കാവിള പാറക്കോറിയുടെ സമീപം താമസിക്കുന്ന ആളാണ്. എൻ്റെ വീടുകൾ പൊട്ടിയിട്ട് ഇവിടെ ഉദ്യോഗസ്ഥന്മാർ വന്ന് പരിശോധിച്ചു. അവർ പറയുന്ന കാലപ്പഴക്കം കൊണ്ട് പൊട്ടിയതാണ്. പക്ഷേ 10 വർഷം പോലും ആയിട്ടില്ല. പിന്നെ ഈ പഞ്ചായത്ത് റോഡിൽ കൂടെ പോകുന്നത് 10 ടൺ പോകേണ്ടതെന്ന് പറയും 22 ടണ്ണാണ്. ആദ്യമൊക്കെ ഞങ്ങൾ
സമരം ചെയ്തു. അപ്പം ഞങ്ങളൊക്കെ പേര് കള്ളക്കേസ് എടുത്തു. ഞങ്ങളെ കള്ളക്കേസിൽ കുടുക്കി. എൻ്റെ വീട്ടിൽ ഒരു 8 മാസം പ്രായമുള്ള പൊടിക്കുഞ്ഞുണ്ട്. പകലുറങ്ങാൻ പറ്റത്തില്ല. വീടിൻ്റെ ഭിത്തികൾ പൊട്ടിയിട്ടുണ്ട്. അതുപോലെ പാറക്കോറിയിൽ നിന്ന് റോഡിൽ കൊണ്ടുവന്ന് വെള്ളം ഒഴിച്ച് ചള്ളയും റോഡിൽ കാണാൻ വഴി നടക്കുമ്പോൾ കാലെ ചൊറിച്ചിലാണ്. പിന്നെ കുറേ ഗുണ്ടകളെ നിർത്തി ഞങ്ങളെല്ലാം ഭീഷണിപ്പെടുത്താണ് അവർ സ്ഥിരം വരുന്നത്. 35 മീറ്റർ എന്ന് പറഞ്ഞിട്ട് 32 17 മീറ്റർ നിയമപരമായിട്ടുണ്ടായിട്ട് പോലും അത് എല്ലാം ശരിയാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഉദ്യോഗസ്ഥന്മാരുടെ അന്വേഷണം എല്ലാം കാശിൻ്റെ കളിയാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. തന്നെയല്ല, ഇത് കുഴിമടയെന്ന് പറഞ്ഞിട്ട് അനധികൃതമായിട്ട് ഖനനം ചെയ്തതിന് 5,46,00,000 രൂപ അവർക്ക് പെറ്റിയടിച്ചിട്ടുണ്ട്. അതിന്റെ രസീത് ഞങ്ങളുടെ വിവരാശപ്രകാരം രസീത് ഞങ്ങളെ ഇരിപ്പുണ്ട്. പക്ഷേ എന്നിട്ടും പറയുന്നത് നിയമപരമാണ്. ഈ പെറ്റിയടിച്ചപ്പോൾ നിയമം വിരുദ്ധം ചെയ്തതിനല്ലേ പെറ്റിയടിച്ചത്. വീണ്ടും വീണ്ടും പഞ്ചായത്തുകാരും അധികൃതരും രാഷ്ട്രീയക്കാരും എല്ലാം ഒത്താശ ചെയ്യുന്നത് അത് പണത്തിന്റെ കുഴപ്പമുണ്ട്. ഞങ്ങൾ മരിച്ചു പോയാൽ അവർക്കെന്ത് സംഭവിക്കാനാണ്? ഇതാണ് ഇവിടുത്തെ സ്ഥിതി. അതിന് എല്ലാ ഉദ്യോഗസ്ഥന്മാരും വന്ന് ഞങ്ങളെ കൂടെ വിലയിരുത്തി കണ്ട് ഒരു പരിഹാരം കണ്ടെത്തണമെന്നാണ് ഞങ്ങളുടെ നാട്ടുകാരുടെ അഭിപ്രായം. ഈ പാറക്കോറിയുടെ 300 മീറ്ററിനുള്ളിൽ മാലയിൽ ദേവീക്ഷേത്രവും ശിവക്ഷേത്രവും പിഞ്ചുകുഞ്ഞുങ്ങൾ പഠിക്കുന്ന അംഗൻവാടിയും സ്ഥിതി ചെയ്യുന്നു. പഞ്ചായത്ത് റോഡിൽ കൂടി ടോറസ് പോലുള്ള വൻ വാഹനങ്ങൾ ഓടാൻ നിയമമില്ലെന്നിരിക്കെ 100 കണക്കിന് ടോറസുകൾ ടൺ കണക്കിന് അമിതഭാരവും കയറ്റി ഈ റോഡിൽ കൂടി ഓടുകയാണ്. അമിതഭാരം കയറ്റി വരുന്ന ലോറികൾ കയറിയിറങ്ങി ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈനുകൾ പൊട്ടിയൊലിച്ച് കുടിവെള്ളം പാഴാകുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. ഈ കോറിക്കെതിരെ ആരെങ്കിലും പരാതിപ്പെട്ടാൽ അവരെ ഇല്ലായ്മ ചെയ്ത് കളയുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതായും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഈ കോറി മാഫിയയുടെ പണവും പാരിതോഷികവും പറ്റി ഇവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുകയുമാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. IU2OU ന്യൂസ്, വെളിയം.